നാട്ടിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലിയും സാമ്പാറും. കാരണം ഇഡ്ഡലി തന്നെ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റും ഉണ്ട് എന്നാൽ ഹെൽത്തിയുമാണ്. അതുപോലെ വെജിറ്റബിൾസൊക്കെ കൂടി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതും ഒരു വളരെയധികം ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിൻസ് എഡ്വേർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം ആസ്വദിച്ച് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കുറേ നാളെത്തി കഴിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലിയും സാമ്പാറും കൂടി, അതായത് തേങ്ങ വറുത്തരച്ച നല്ല സൂപ്പർ സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി നല്ല ചൂടുള്ള കുറച്ച് മധുരമൊക്കെ ഉള്ള ചായയൊക്കെ കൂട്ടി നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ തട്ടിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കുറച്ച് കട്ടിയിൽ ഇഡ്ഡലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബൗള് വാങ്ങിച്ചു. നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് നമ്മൾ ചെറിയ ബൗള് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതിൽ നല്ല കട്ടിയിൽ തന്നെ ഇഡ്ഡലി കിട്ടി. അപ്പോൾ അങ്ങനെ നല്ല ഷേപ്പിൽ നല്ല കട്ടിയിലൊക്കെ കിട്ടിയപ്പോൾ നല്ല ഒരു ഭംഗിയായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണേക്കാളും നമുക്ക് കുറച്ച് കട്ടിയിൽ കിട്ടുമ്പോൾ നമുക്ക് എന്തോ ചെറിയൊരു കേക്കിൻ്റെ ഒരു സ്റ്റൈലിൽ കപ്പ് കേക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ അങ്ങനത്തെ 2 വെറൈറ്റി ഇഡ്ഡലികൾ ഉണ്ടാക്കി. പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച സാമ്പാറൊക്കെ കൂട്ടി നല്ല ചൂട് ചായയൊക്കെ കൂട്ടി നമ്മൾ അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ഗ്രേസസ് സ്മോൾ വേൾഡ്.